എൻ്റെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളും മുളക് ചെടികളുമെല്ലാം നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിൽ ചീഞ്ഞുപോയ പഴങ്ങളും പഴത്തൊലികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ഒരു ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതിപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. അതൊരു പെയിൻറ്റ് ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. എത്രത്തോളമാണോ നമുക്ക് അരച്ചപ്പോൾ കിട്ടിയത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. കാരണം ഒത്തിരി ഗുണങ്ങളടങ്ങിയ ഒന്നാണ് ഈ പഴവും ചീഞ്ഞുപോയ പഴങ്ങളും പഴത്തൊലികളും എല്ലാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾ പഴുത്തു പോകാനും ഉണങ്ങിപ്പോകാനും ഒക്കെ അത് ഇടയാക്കും. ഇതുകൂടാതെ തന്നെ ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനോടൊപ്പം തന്നെ ജൈവ സ്ലറിയും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ചെടികൾക്കെല്ലാം. അപ്പോൾ രാസവളങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ എല്ലാ ചെടികളുടെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കുക. തക്കാളി ചെടികൾ ഞാൻ എൻ്റെ മൂത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പുതിയ ബ്രാഞ്ചുകൾ വരാൻ വേണ്ടിയിട്ട്. 2-3 തവണ നമ്മൾ വിളവെടുത്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ബ്രാഞ്ചുകൾ ചൂട്ടിൽ നിന്ന് തന്നെ പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. എൻ്റെ ഈ മുളക് ചെടിയും ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഫലം ലഭിക്കുന്നുണ്ട്, കായ്ഫലം കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ടുള്ള മുളക് നമുക്കുണ്ട്. അതുപോലെ തന്നെ വെണ്ടയാണിത്. വെണ്ട വേറെ 1-2 ചുവടും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.